സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഇന്ന് സ്കൂളിന്റെ പുറത്തുള്ള ഒരു ഹാളിലാണ് നമ്മുടെ മുഖ്യ അതിഥി വിശാൽ സാർ, മാനേജിംഗ് ട്രെയിനർ ഷാനവാസ്, സ്റ്റാഫ് സെക്രട്ടറി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ വളരെ അച്ചടക്കത്തോടു കൂടി ഈ ക്ലാസ് ശ്രദ്ധിക്കും. Please put your hands together for Fatima Sunina. സംസ്ഥാന കലാമേളയിലും കായികമേളയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് കലാമേളയിൽ മോണാക്ട് നേടിയ നമ്മുടെ സ്കൂളിന്റെ അഭിമാനമായ ഫാത്തിമ സുനീനയ്ക്കുള്ള സ്റ്റാഫിന്റെ സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ടുള്ള കുട്ടികളുടെ കൂടെ ഇന്നേ ദിവസം ആയിരിക്കാൻ ഭാഗ്യം ലഭിച്ചത് ഏറ്റവും സ്നേഹാദം നിറഞ്ഞ ബഹുമാനിച്ചു ഈ വേദി ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട പ്രസിഡന്റ് പിന്നെ കഷ്ടപ്പെടാനുള്ള ചേർപ്പ് തോന്നല്ലേ അന്ന് 35,000 ഞാൻ ഫുൾ ആപ്സ് വാങ്ങിച്ചു കൊടുത്തു. കിട്ടാൻ കിടന്ന വേറെ കാര്യം, നീ ശ്രമിച്ചാൽ മതി. നല്ല ലാപ്പ് കൊടുത്ത് മക്കൾ എനിക്ക് പരിചയമുണ്ട്. ഞങ്ങളല്ല, ഞങ്ങളെക്കാൾ അവർക്ക് ഇഷ്ടം അവർ പഠിപ്പിക്കുന്ന മക്കളെയാണ്. ബീഹാറില് 2ൽ പഠിക്കുന്ന മോള് അധ്യാപികയുടെ വർത്തമാനം പറഞ്ഞപ്പോ പൽവിടവിന്റെ ഗ്യാപ്പിലൂടെ അവളെ വായി നിറയപ്പോ ഉമിനീര് അധ്യാപികയുടെ മുഖത്തേക്ക് തെറിച്ചു. താഴ്ന്ന ജാതിയിൽപ്പെട്ട നീ എന്നെ തുപ്പുന്നു എന്ന് പറഞ്ഞ് വെറും 2ാം ക്ലാസ് പഠിക്കുന്ന പിഞ്ചു കുഞ്ഞിന്റെ മുഖമെടുത്ത് സ്കൂൾ അധ്യാപിക ബീഹാറില് സ്കൂളെ കരിങ്കൽ ഭിത്തിയിൽ ആ കുഞ്ഞിന്റെ മുഖമിട്ട് ഒരച്ചു വന്നു. നിങ്ങളൊന്ന് വീണാൽ താങ്ങിയെടുക്കുന്ന അധ്യാപകർ നിൽക്കില്ല. എന്നിട്ടും നമ്മൾ പലരും ആ അധ്യാപകരുടെ പേരിനൊപ്പം വട്ടപ്പേര് വെച്ചു. നമ്മൾ അധ്യാപകർക്ക് ഇരട്ടപ്പേര് വെച്ചു കൊടുത്തു. മാറി നിന്ന് പെറുപെറുത്തു. സാറെന്നും മിസ്സെന്നും ടീച്ചറെന്നും പറയാണ്ട പേര് വിളിച്ചു, കുറ്റപ്പെടുത്തി. Now you could see what I said. Listen carefully. Get me what I am saying. Yes. ഇന്നലെ വരെ എന്താണെന്നല്ല, ഇന്നു മുതൽ മനസ്സിരുത്തി ഉള്ളിരുത്തി പ്രാർത്ഥിച്ച് പ്രയത്നിച്ച് അധ്വാനിച്ച് പഠിച്ച് മുന്നോട്ട് പോയിട്ട് ഏറ്റവും നല്ല വ്യക്തിയായി നല്ല ചിന്തകളുമായി മുന്നോട്ട് പോയി അഴിച്ചു മാറ്റേണ്ട കയറൊക്കെ അഴിച്ചു മാറ്റിയിട്ട് ഏറ്റവും മികവോടെ പഠിച്ച് ഏറ്റവും നല്ല റിസൾട്ട് നിങ്ങൾക്ക് കഴിയുന്ന അത്രയും ഏറ്റവും നല്ല റിസൾട്ട് വാങ്ങിയിട്ട് ആ റിസൾട്ടിന്റെ പേപ്പർ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ അമ്മയുടെ ഉമ്മയുടെ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് ആരാണോ ഉള്ളത് അവരുടെ കൈ കൊണ്ടേ കൊടുക്കുമ്പോൾ അവരുടെ കണ്ണ് സന്തോഷം കൊണ്ട് അഭിമാനം കൊണ്ട് എന്റെ മകൻ മകൾ നേടിയ നേട്ടത്തിൽ വിജയത്തിൽ പെരുമാറ്റത്തിൽ ക്യാരക്ടറിൽ സന്തോഷിച്ചുകൊണ്ട് നിങ്ങളുടെ അമ്മയുടെ ഉമ്മയുടെ കണ്ണ് അഭിമാനം കൊണ്ട് നിറയുന്ന ആ നിമിഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ നിമിഷം മുതൽ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? കൈ നോക്കാം. ക്ലാസ് നിർത്തുകയാണ്. നിർത്തണ്ട നിർത്തണ്ട നിർത്തണ്ട. നമുക്ക് പിരിഞ്ഞേ പറ്റൂ, ചിന്തിച്ചേ പറ്റൂ. ഇന്ന് കിട്ടിയ ഫിവർ അത്രയും പോയിട്ട് ചെയ്തേ പറ്റൂ. അത് ഫൈൻ. സായി പറഞ്ഞു ഇതിന്റെ പ്രശ്നമുണ്ട്. ബാത്റൂമിൽ പോയി വരുമ്പോ ബാത്റൂമിൽ കയറുമ്പോൾ ടോയ്ലറ്റ് കയറുമ്പോൾ ടോയ്ലറ്റ് എങ്ങനെ ഉണ്ടാവുന്ന ആഗ്രഹം ക്ലീൻ ആവും. യെസ്, ക്ലീൻ ആവുന്ന പറഞ്ഞു. ക്ലീൻ മാത്രം മതി. നന്നായി ക്ലീൻ ആൻഡ് സായിക്ക് പറഞ്ഞു നിങ്ങൾ പോയ ബാത്റൂമിൽ പിന്നെ വേറെ ആൾ പോകുമ്പോൾ ആ തറയിൽ ഫ്ലോറിൽ ഒരു നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള വെള്ളം ഉണ്ടാവും. നിങ്ങൾ ഈ വെള്ളം വെറുതെ പക്ഷെ ചില കാര്യങ്ങൾ വളരെയധികം ഒന്ന് പുള്ളി പറയുന്നതാണ് ഈ നോക്ക് പകരം നിങ്ങൾ അതിനായി സലൈവ കൊണ്ട് കഴിക്കുന്നത് ഉമിനീര് പറയും. ശരിയാണ് സാറോ. രണ്ടാമത്തെ പുള്ളി പറഞ്ഞത് നിങ്ങൾ ബാത്റൂം നന്നായിട്ട് ഉപയോഗിക്കാറില്ല.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുളിക്കുന്ന ഞങ്ങളാണ്. സാറേ പിള്ളേരുടെ കാഴ്ച കേട്ടത് അവർ പറഞ്ഞു അമ്പിളൊക്കെ നന്നായി കുളിക്കുന്നുണ്ട്. പറഞ്ഞല്ലോ അവർ പറഞ്ഞ അങ്ങനെയാണ് നല്ല മേക്കപ്പ് ഇടുന്നത് കുളിക്കുന്നത്. ഉണ്ടോ ഉണ്ടോ കുറച്ച് ശരിയുണ്ടോ അറിയാൻ സാറോ സ്കൂളിൽ പിരിഞ്ഞു പോകുമ്പോൾ 3 IPS റാങ്കുള്ള 3 പോലീസ് ഓഫീസേഴ്സ് ആ മുകളിലും ആ വലിയ കോളേജിലും ഞാൻ അവൻ്റെ അധ്യാപകരെ കൈവിച്ചു അയാളെ കൈവിച്ചുകൊണ്ട് അവരുടെ പുറത്തേക്കാണ് വരാന്തയിലേക്ക് നോക്കുമ്പോൾ ഒരു കൂട്ടം അവരുടെ മതത്തിൽപ്പെട്ട വണ്ടി വന്നിട്ടുന്നു. ഞാൻ ചോദിച്ചു എന്തായിരുന്നു അവരുടെ സാറിന്റെ സംശയം എനിക്കറിയാം സാറേ. വിജയ് സാറും ടീം വരാൻ കാരണം SPC കാഡറ്റാണ്. SPC കേരള പോലീസ് ഫോഴ്സിന്റെ ഭാഗമാണ്. നല്ലൊരു കാഡറ്റായിട്ടുള്ളവൻ മാത്രമല്ല SPC കാഡറ്റായിട്ടുള്ള പോലീസ് ഫോഴ്സിന്റെ ഭാഗമായിരുന്നതിന്റെ മരണമാണ്. അവൻ അന്ത്യാദരം അർപ്പിക്കാമെന്നാണ് വിജയ് സാറും ടീം. തീർന്നു സാറേ ഒരു ബറ്റാലിയൻ പോലീസ് പുറത്തുണ്ട്. ഞാൻ SPC കുഞ്ഞുങ്ങളുടെ യൂണിഫോമിലാണ്. ഞങ്ങൾ കുട്ടികളെ മരിച്ചതുകൊണ്ട് അവർ ആദരം കൊടുക്കുന്നുണ്ട് സാറേ. തീർന്നില്ല സാറിനുള്ള മൈക്കിലൂടെ പറഞ്ഞില്ലേ മരിക്കുന്ന സമയത്ത് പ്രാർത്ഥനയിൽ ചേരാൻ വരുന്ന പണ്ഡിതർ ഇവരെ ഞങ്ങൾ വിളിച്ചു വരുന്നതാണ്. സാറിന്റെ മുമ്പിൽ നിന്ന് ഞങ്ങളുടെ മൈക്കിലൂടെ പറഞ്ഞത് അവർ IPS ആയില്ല മതപണ്ഡിതനായില്ല അവിടെ ഒന്നും എത്തിയില്ല. പക്ഷേ കണ്ടുകൊണ്ടാണ് അവരുടെ സ്വപ്നം. എനിക്ക് ഉറപ്പാണ് അന്നവന്റെ ആത്മാവിന്റെ നാഥനെ മീറ്റ് ചെയ്യുമ്പോൾ ദൈവത്തെ മീറ്റ് ചെയ്യുമ്പോൾ ഈശ്വരനെ മീറ്റ് ചെയ്യുമ്പോൾ അവന് പറയാൻ പറ്റും ഉദാത്തമായ സുന്ദരമായ ഒരു സ്വപ്നത്തിന്റെ പുറകെ ചിറകി പിടിച്ചു പറക്കുമ്പോഴാണ് നിങ്ങൾക്ക് എനിക്കും ഇന്നേ ദിവസം ഈ ഭൂമിയിൽ നിന്ന് തിരിഞ്ഞു പോകുന്നതുകൊണ്ടാണ് നമ്മുടെ ദൈവത്തോട് നെഞ്ചകം കൊള്ളുന്ന ഉപ്പുമായിട്ട് ഇത്തവരാതെ പഠിക്കുമ്പോൾ കണ്ണുരുകി കരയാൻ മാത്രം തെറ്റിസാണ് പറയുന്നത് പഠിക്കുമ്പോൾ ഉരുകി കരയാൻ മാത്രം അത്രയും സുന്ദര ഉദാത്തമായ ഒരു സ്വപ്നം കൂട്ടുണ്ടോ? നമുക്കെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ എന്താ ചോദിക്കുന്നത് SPC ചന്ദ്രന്റെ അനുഭവം ഞാൻ മോർണിംഗ് ബാച്ചിൽ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് പുറത്തു പറഞ്ഞു ഇവരെ പറയാവും വീട്ടിൽ 1 മണി അനുഭവമില്ലാത്തതിന്റെ പേരിൽ 10 മിനിറ്റ് സഹിക്കാൻ കഴിയാത്ത വീടിന്റെ പുറത്തിറങ്ങിയിട്ട് വേസ്റ്റ് കുടിക്കുന്ന ഹോട്ടലിൽ പോയാലുള്ള വേസ്റ്റ് വെള്ളത്തിൽ വരുന്ന ആൾക്കാർ കുട്ടികളെ കയ്യിൽ വെള്ളത്തിൽ തട്ടിപ്പിടിച്ച ചോറുകൾ സാഹിബ് പറഞ്ഞത് സത്യമാണ്. യെസ് ബാക്കി പറഞ്ഞോട്ടെ. നമ്മുടെ പല ധാരണയും നമ്മൾ ഉഷാറാണെന്നാണ്, പല ധാരണയും അബദ്ധമാണ്. നമ്മൾ ഇനിയും ഉഷാറാവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഓക്കെയാണ്. ഇന്നത്തെ നോക്കട്ടെ. ജയരാജ് വാര്യർ എന്ന് പറയുന്ന കലാകാരനെ പറ്റി അറിയുമെന്ന് ചോദിച്ചു. അദ്ദേഹം നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്, പാട്ടുകാരനാണ്.